അപ്പൊ ശ്രദ്ധിക്കുക, ചത്തുപോയി അടക്കാം എന്നൊക്കെയാ ചിന്തിച്ചത്. അന്നേരം ദാവീദ് വിശ്വാസത്തോടെ പറഞ്ഞ് മരിക്കുകയല്ല. അത് കാരണം ദാവീദ് പിന്നീട് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ മരണത്തിന് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. 18-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം വായിച്ചേ. എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. അതാ മരിക്കുകയല്ലെന്ന് പറഞ്ഞത്. കഠിനമായിട്ട് ശിക്ഷിച്ചു, എനിക്ക് ഒരു ശിക്ഷ കിട്ടി, അത് നല്ലതാ. പക്ഷേ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം. അല്ല, ഇത് കഴിയുമ്പോഴോ 19-ാം വാക്യം, നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരും. അതാ വാതിൽ തുറക്കാൻ പോവാ, വാതിൽ തുറക്കാൻ പോവാ. സ്തോത്രം. എനിക്കല്പമേ ശക്തിയുള്ളൂ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്. നീതിയുടെ വാതിലുകൾ എനിക്കായി തുറന്നു തരുവീൻ. തുറന്നേച്ചാ വാതിൽ തുറന്നിട്ടേ ഞാൻ പുറകോട്ട് പോകുന്നില്ല, ഞാൻ അവയിൽ കൂടി കടക്കുമെന്നാ. ഞാൻ അവയിൽ കൂടി കടന്ന് അല്ല, വാതിൽ തുറന്ന് കണ്ടേച്ചെന്നാ ഞാൻ പുറകോട്ട് പോകാനും പറഞ്ഞു പോകല്ല, നേരെ വാതിൽ കൂടെ കയറി. സ്തോത്രം. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇരുന്ന് ഈ സങ്കീർത്തനത്തിൽ തന്നെ ഇന്ന് അന്തിയോളം പറയും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് വിടുക. നമ്മൾ വായിച്ച കുറുവാക്യം ഇത് യഹോവയാൽ സംഭവിച്ചു. ഏത്? ഇതെല്ലാം എന്തുവാ? എല്ലാം എന്തുവാ? എല്ലാം യഹോവയാൽ സംഭവിച്ചു. അപ്പുള്ളി അതിനൊട്ടൊരു ഞെക്കാനും ഇപ്പുള്ളി എടുത്തത് ഇങ്ങോട്ടിടാനും അപ്പുള്ളി ഉടനെ കയറി വേറെ ഇടാനും ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു. അന്നേരം വേറൊരു പുള്ളിയുടെ ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, അതും ദൈവത്താൽ സംഭവിച്ചു. അപ്പം അപ്പുള്ളി പറഞ്ഞ് ഇപ്പം ഇടും. ഈ പണ്ടേ ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുക. അയാൾ മന്ദകാലിനാണ്, വലിയ മന്തുള്ള കാലിന് വലിയ മന്ത. ഇപ്പം മന്ത് രോഗം അധികം ഇല്ല, മന്ത് രോഗ നിർമ്മാർജ്ജനമൊക്കെ നടത്തുന്നുമുണ്ട്. ഈ മന്ദകാലി ഭയങ്കരം കലിത്രമുണ്ട്. അപ്പോൾ ഇയാൾ ഈ പെമ്പിളനെ കാല് കാണിച്ചാ കാര്യം സാധിപ്പിക്കുന്നത്. സാറാമ്മേ ചായ ഒന്ന് വിളിക്കുമ്പോൾ ഇച്ചിരി കാണിക്കട്ടെ. അപ്പോൾ ഈ വസ്ത്രം ഇച്ചിരി ഒന്ന് പൊക്കുമ്പോൾ ഭയങ്കരം കാലാണ് എന്ന് പറഞ്ഞാൽ കാല് കൊണ്ട് ഞാൻ തൊഴിക്ക് വന്ന്. അപ്പോൾ താറാമ്മ ആദ്യമായിട്ട് കാല് കാണുക. പുള്ളിക്കാർ നേരത്തെ ഇത്ര കാല് കണ്ടിട്ടില്ല. ഇവിടെ വന്നേ പിന്നെ പുള്ളി ഇങ്ങനെ അനങ്ങല്ല, പുള്ളി ഇങ്ങനെ കസേര ഇരിക്കത്തുള്ളൂ. എല്ലാം കാല് കാണിച്ചാൽ അവർ തുള്ളിക്കൊണ്ട് ചായ ഇട്ട് കൊടുക്കും. താറാമ്മ കൊടുക്കും, ഓച്ചാനിച്ച് നിൽക്കും, ചായ കുടിക്കും. പിന്നെയും പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെങ്കിലും വരുമ്പോൾ സാറാമ്മേ ഇല്ല എന്നെ കൊണ്ടുവരാൻ പറയാം, എന്നാൽ അവർ ഇച്ചിരി കഴിയട്ടെ. അല്ല കാല് കാണിക്കുക, തൊഴിക്ക് വന്ന്. അപ്പം ഈ കാല് കാണിച്ച പുള്ളി കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. ആ സഹോദരി ഒരു പാവത്താനായതുകൊണ്ട് പുള്ളിക്കാർക്ക് ഇതിനെപ്പറ്റി ഗിന്തന്നാന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് അവർ പുള്ളി പറയുന്നതല്ല അതുപോലെ താളത്തിന് ഇടുക. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ പാവം പിടിച്ച സഹോദരി അങ്ങ് ചത്തുപോയി. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ വേറൊരു സഹോദരിയെ വിവാഹം കഴിച്ചു. അവർക്ക് അസുഖത്തെ പറ്റിയൊക്കെ നല്ല തിട്ടമുള്ളതാണ്. വിമ്മിഷ്ട വന്നത, കാസാവലി വന്ന, മന്തെന്ന, പെരുമുട്ടെന്ന, വാദവന്നത, മുണ്ടുനീരെന്ന, ഇതൊക്കെ അവർക്ക് തിട്ടമുള്ളവളാണ്. മറ്റവർക്ക് അത്രയും സാറാമ്മയ്ക്ക് അത്രയും തിട്ടം ഇല്ലായിരുന്നു. അവർക്ക് ഇതൊന്നിനെ പറ്റിയും തിട്ടമില്ലാത്തതുകൊണ്ട് കാല് കണ്ട് അവൾ മുഴുവൻ അങ്ങ് ചെയ്തു. വന്നവള് മേരിയ, അവൾക്കിതെല്ലാം തിട്ടമുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ ഈയുടെ പഴയ തൊഴിലിറക്കി. മേരി കാപ്പി അവർ പറഞ്ഞ് ഇപ്പോൾ കൂപ്പി കുടിക്കണ്ട, രാവിലെ ഒന്ന് തന്നതാണ്. ഉടനെ ഇയാൾ പതിവ് രോഗമെടുത്ത് കാല് അവരിങ്ങോട്ട് വന്നു തൊടിയോടെ എന്ന് പറഞ്ഞു. കുറച്ച് നാളായി താൻ കാല് കാണിച്ച് തൊടിക്കട. അയാൾ ഇങ്ങനെ കടന്ന് വെക്കുന്ന അല്ലാതെ കാല് പൊങ്ങുന്നില്ല. ഇത്ര വലിയ മന്ദകാലം എങ്ങനെ പൊങ്ങാനാ? അയാളുടെ സൂത്രം അന്നുകൊണ്ട് നിന്നു. ഇന്നലെ രാത്രി കൊണ്ട് ചില സൂത്രമൊക്കെ നിന്നിട്ടുണ്ട്. ഇച്ചിരി കഴിയട്ടെ ലേശം കൂടെ ഒന്ന് പൊടിക്ക് കഴിയട്ടെ. സ്തോത്രം. ഇവിടെ മിനിഞ്ഞാന്ന് രാത്രി മുടിരാത്രി പ്രാർത്ഥനയായിരുന്നു.
മുടിരാത്രി പ്രാർത്ഥന നടന്നുകൊണ്ട് അങ്ങോട്ട് ഇരുന്നപ്പോൾ 3 മണിയായപ്പോൾ ഒരു വാക്യം പ്രകാശിച്ചു. അത് ഞങ്ങളിവിടെ വായിപ്പിച്ചു. വായിച്ചേ, ഇവിടെ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അബ്ശാലോം വായിക്കേ. മുടിരാത്രി പ്രാർത്ഥനയ്ക്ക് വെളുപ്പിനെ 3 മണിക്ക് വായിച്ച വാക്യം വായിക്കാൻ പറ്റുമ്പോൾ താറാമ്മ ഏത് വാക്യാ വായിച്ചേ? ഇല്ല, മറ്റേ താറയാന്നോ? വായിച്ചേ ഒന്നുകൂടെ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന്. മൈക്ക് കൂടെ വായിക്കുന്നേ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ഒറ്റ നോട്ടം നോക്കി. പ്രഭാതയാമം ഈ ക്ലോക്കയിലോട്ട് 3 മണി സൂക്ഷം 3 ആയപ്പോൾ ഈ വാക്യം ഇവിടെ വായിപ്പിച്ചു. മുടിരാത്രി പ്രാർത്ഥന. എടാ പൊട്ട, ഇവിടെ പ്രാർത്ഥന ആരാധനയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ പേന എടുക്കുന്നില്ല, ഫേസ്ബുക്ക് എടുക്കുന്നില്ല, പിന്നെന്തോ മറ്റേ എന്തോ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബില്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, വാട്സപ്പ്. അതിനകത്താണല്ലോ ഇപ്പം പെട്ടെന്ന് അയക്കുക, ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുക, പിന്നെ അയക്കുക, പിന്നെ മാറ്റുക. ഇവിടെ ഇതൊന്നുമില്ല. തന്നെയല്ല, എനിക്ക് കുന്തമല്ല, അറിയത്തുമില്ല. അല്ല, അത് നന്നായി. എനിക്കറിയാമായിരുന്ന ഞാനായിരുന്നു എനിക്ക് ഏറ്റവും മുന്നിൽ അയക്കുന്നത്. അത് അറിയാഞ്ഞതിനാൽ സ്തോത്രം. ഇനിയും അത് അറിയാതെ തന്നെ ഇരിക്കുന്നതിനാലും. അറിഞ്ഞവൻ എന്നെ കരുതിടു എന്നും അരുമയിൽ കാത്തിടു ചിറകടിയിൽ. അറിഞ്ഞവൻ എന്നെ കരുതിടുമെന്നും അരുമയിൽ കാത്തിടു ചിറകടിയിൽ. പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. ഓ പാരിലൻ ജീവിത യാത്രയിലെന്നെ പിരിയാതെ കൂടെ വരുന്നവനാ. ആണികളെ പാണികളാല് ആണികളെ നടത്തിടുന്നു അവനനുദിനം നടത്തിടുന്നു. ഓ അനുദിനം അവനെന്നെ നടത്തിടുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3 മണിയായപ്പോൾ ഈ വാക്യം പ്രകാശിച്ചു. പ്രഭാതയാമം. അപ്പം 3 തുടങ്ങി. ഇവിടെ വൈകിട്ട് 9 മുതൽ പ്രാർത്ഥനയിൽ അങ്ങോട്ട് പൊരുതുകയായിരുന്നു. സ്തോത്രം. ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കുക. ആദ്യത്തെ സെക്ഷനിൽ 10-50 ചില്ലുവാനും പേരുണ്ടായിരുന്നു. 2ാം സെക്ഷനിലും 10-25 പേരും 25 അല്ലേ ഉണ്ടാകും. നമ്മളിവിടെ ഇങ്ങനെ പോരാടി പ്രാർത്ഥിച്ച് ഏതാണ്ട് 2:55 ആയപ്പോൾ ഈ വാക്യം എനിക്ക് പ്രകാശിച്ചു. അന്നേരം ആ വാക്യം ഇവിടെ വായിപ്പിച്ചു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി. ഒരൊറ്റ നോട്ടം നോക്കി. മിസ്രയീമ്യ സൈന്യത്തെ. സ്തോത്രം. ഞാൻ അത് പ്രസംഗിക്കാനല്ല, എന്നാലും സ്തോത്രം. മിസ്രയീമ്യ സൈന്യത്തെ ഒരൊറ്റ നോട്ടം നോക്കി. ആ സൈന്യം വായിച്ചേ. 6-ാം വാക്യം വായിച്ചേ. പുറപ്പാട് പുസ്തകം 14:6. പുറപ്പാട് 14:6. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടച്ചനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രയീമിലെ സകല രഥങ്ങളെയും. പിന്നെ വിശേഷപ്പെട്ട 600 രഥങ്ങളും പിന്നെ ബാക്കി മുഴുവൻ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. യഹോവ മിസ്രയീമിനെ അപ്പോൾ 600 സെലക്ട് ചെയ്ത 600 ഇരുമ്പ് രഥങ്ങൾ. പിന്നെ ആ രാജ്യത്തുള്ള സകല രഥവും സകല കുതിരപ്പട ഇതെല്ലാം കൂടി ഇങ്ങനെ വന്നപ്പോ ഇവന്മാർ ഓർത്തത് ഈ പടയെല്ലാം കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പടയെല്ലാം തീരുവന്ന. എടാ പൊട്ട, നീ വിചാരിച്ചത് ഹെബ്രോൻ സഭയെ തകർക്കാന്ന. എടാ ബിഡി,
കുറച്ച് നാൾ കൊണ്ട് ആൾക്കാർ പറഞ്ഞ അയാളെ എടാന്ന് വിളിക്കും, പോടാന്ന് വിളിക്കും, തള്ളയെന്ന് ഈ കൂട്ടാൻ പോവുക. ഏതായാലും പണ്ട് പഴമക്കാർ പറയുമ്പോൾ നനഞ്ഞു, എന്നാൽ ഇനി കുളിച്ചങ്ങ് സെലക്റ്റഡ് ആയിട്ടുള്ള 600 രഥങ്ങൾ, പിന്നെ ബാക്കി മുഴുവൻ രഥങ്ങൾ, സകല സകല അങ്ങനെ എഴുതിയേക്കുന്ന സകല എന്നല്ലേ, സകല രഥങ്ങളെയും സകല രഥങ്ങളും സകല എണ്ണോ ഇറങ്ങി മിശ്രയിമിന്നേ. അവ ചോദിച്ചാലേ ബാന്ന് പറഞ്ഞ് അതിനാ അല്ല അവനെ നമുക്ക് തകർക്കാം. അപ്പോൾ ചോദിച്ചു നമ്മുടെ കുഞ്ഞൂട്ടീൻ്റെ രഥം കിടക്കണ, കുഞ്ഞൂട്ടിയും കൂടെ വിളിയിടാ, കുഞ്ഞൂട്ടിക്ക് നടക്കാൻ മേല, എന്നാലും രഥത്തിൽ എടുത്തിട്ട് നമുക്ക് നടക്കാൻ മേലാത്ത കുഞ്ഞൂട്ടി വരെ. ഒരു കുഞ്ഞൂട്ടിയെ ഞാൻ രാവിലെ ഒന്ന് വിളിച്ചു, കുഞ്ഞൂട്ടിയെ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ലുയ്യ ടോർപ്പിട വെച്ചാ പറഞ്ഞു, അതൊക്കെ എടുക്കണേ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. വേറൊരു കുഞ്ഞൂട്ടിയുടെ വീട്ടിൽ ഞാൻ രാവിലെ പോയിച്ചാ വന്നേ, തല്ലാനല്ല, ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പറയാൻ. കുഞ്ഞൂട്ടിയും പെമ്പളെ അവിടെ നിന്ന് പോയി, ബൈക്കിലെങ്ങാണ്ടാ പോയത്. കുഞ്ഞൂട്ടിയുടെ വെമ്പള ഇപ്പം കിടന്ന് കുറേ ഞരങ്ങ് അധികമേ പറഞ്ഞും പോയി, ലോകം മുഴുവൻ കേട്ടും പോയി. കുഞ്ഞൂട്ടി ഇപ്പം എവിടാന്ന് വേറൊരു പുള്ളി ഒരു പുള്ളിയോട് പറഞ്ഞു ആ കാഴ്ച ഭയാനകമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാ എനിക്ക് വന്ന് കാണണമെന്ന്. ലവനല്ല അത് കാണാനിരിക്കുക, ഞാനിവിടെ നിന്ന് പാടുക. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം തന്റെ മുഖം കണ്ടിടും. നിർത്തിക്ക ഇന്ന് യോഗം 5 മണി വരെ പോകും. പിന്നെ ഞാൻ ഒരാഴ്ചയായിട്ട് ഉള്ളം നൊന്തിരിക്കുക, സകലതും കൂടെ ഇറക്കാനിരിക്കുക. ഞാൻ അത്യാവശ്യം വിശപ്പ് ആക്രാന്തമുള്ളവർക്ക് താഴെ ചോറ് വെക്കും, പോയി കഴിച്ചേച്ച് പിന്നെയും വന്നിരിക്കാം. പിന്നെ ഒരുത്തൻ പറഞ്ഞ് ഭയങ്കര കാഴ്ചയാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചല്ലേ നീ കണ്ടോ? ഞാൻ കണ്ടു. അപ്പോൾ വേറൊരു പുള്ളി പറഞ്ഞ് ചൊവ്വിനെ കാണിച്ചില്ലെങ്കിലും എന്താ അതിന് പറഞ്ഞേ, എന്താ പ്ലെയറോ പിന്നെ ആ മൈക്ക് കൂടെ ഷിനു നന്നായിട്ട് പറഞ്ഞേ, മൈക്ക് കൊടുത്ത ഷിനുവിലോട്ട് എങ്ങനെയാന്ന് പറഞ്ഞ് അത് എനിക്ക് വേട് കിട്ടുന്നില്ല. വേറെ മൈക്ക് തരും, അതവിടെ ഇരിക്കാം, അതെല്ലാം ഊരാണ്, വേറെ തരുമെന്ന്. എങ്ങനെ മൈക്ക് കൂടെ പറയാൻ ബെററോ എന്ന് പറഞ്ഞ അതിൻ്റെ മീനിങ് മങ്ങി കണ്ടാൽ പോരാ, നന്നായിട്ട് കാണണം. തങ്കച്ചായന് മങ്ങി കാണണോ, നന്നായിട്ട് കാണണോ? പുള്ളിക്ക് ഒന്നും കാണണ്ട.